മാധ്യമങ്ങളുടെ മുഖ്യമന്ത്രിയെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ആഴ്ച ഒന്നേ പിന്നിട്ടിരിക്കുകയാണ്. കേരളത്തിനൊപ്പം തെരഞ്ഞെടുപ്പ് നടന്ന തമിഴ്നാട്, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിൽ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു കഴിഞ്ഞു. എന്നിട്ടും മൃഗീയ ഭൂരിപക്ഷത്തിൽ അധികാരം പിടിച്ച കേരളത്തിൽ മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ കോൺഗ്രസിന് സാധിക്കാത്തത് പ്രവർത്തകർക്കിടയിൽ വലിയ നിരാശയുണ്ടാക്കിയിട്ടുണ്ട്. ഡൽഹിയിൽ രാഹുൽ ഗാന്ധി, മല്ലികാർജുൻ ഖർഗെ എന്നിവരുമായി ചേർന്ന് കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ ചർച്ച നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ഇനി സോണിയാഗാന്ധിയിലാണ് പ്രതീക്ഷകൾ. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം സോണിയാഗാന്ധിയുമായി കൂടി ചർച്ച നടത്തിയ ശേഷം അറിയിക്കുമെന്ന് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല, കെ.സി. വേണുഗോപാൽ എന്നിവർ ഈ പദവിക്ക് ഒരുപോലെ അർഹരാണെന്നും മെറിറ്റ് കൂടി പരിഗണിച്ച് ഹൈക്കമാൻഡ് തീരുമാനം പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഡൽഹിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയുടെ വസതിയിൽ നടന്ന നിർണായക യോഗത്തിലാണ് രാഹുൽ ഇക്കാര്യം അറിയിച്ചത്. 3 മണിക്കൂർ നീണ്ട കൂടിക്കാഴ്ചയിൽ കേരളത്തിൽ നിന്നുള്ള നേതാക്കളുടെ നടപടികൾക്കെതിരെ രാഹുൽ ഗാന്ധി കടുത്ത ഭാഷയിൽ പ്രതികരിച്ചിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തിനായി നേതാക്കൾ നടത്തുന്ന പരസ്യമായ ശക്തി പ്രകടനങ്ങളിലും വിഭാഗീയതയിലും അദ്ദേഹം രൂക്ഷമായി അതൃപ്തി അറിയിച്ചു. ഇപ്പോഴത്തെ കലുഷിതമായ അന്തരീക്ഷത്തിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനാകില്ലെന്നും ഗ്രൂപ്പ് പോരുകളും ശക്തി പ്രകടനങ്ങളും ഉടൻ അവസാനിപ്പിക്കണമെന്നും ഹൈക്കമാൻഡ് ഒന്നടങ്കം ആവശ്യപ്പെടുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് സോണിയാഗാന്ധിക്ക് പന്ത് രാഹുൽ ഗാന്ധി കൈമാറിയത്. ഒരു ദിവസം നീണ്ടുനിന്ന ആലോചനകൾക്കൊടുവിൽ ഒരു ഡീലിലൂടെ പ്രശ്നം പരിഹരിക്കാമെന്ന ചിന്തയിലാണ് സോണിയാഗാന്ധി എത്തി നിൽക്കുന്നത്. കർണാടക മോഡൽ ഫോർമുലയാണ് സോണിയാഗാന്ധി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇത് നേതാക്കൾ അംഗീകരിക്കുകയാണെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ കേരളത്തിൽ UDF സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമെന്നുറപ്പാണ്. സംസ്ഥാനത്ത് കോൺഗ്രസ് തുടർ ഭരണം നേടുമെന്ന ആഗ്രഹത്തിൽ നിന്ന് അത് പ്രാവർത്തികമാക്കുവാനുള്ള നീക്കങ്ങളാണ് സോണിയാഗാന്ധിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ആദ്യ 2.5 വർഷം രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി പദവിയിലിരിക്കും. ഉപമുഖ്യമന്ത്രി പദവിക്ക് പുറമെ ആഭ്യന്തരമന്ത്രി പദവിയും വി.ഡി. സതീശൻ നൽകും. തുടർന്ന് 2.5 വർഷത്തിന് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകും. പിന്നീട് വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ തുടർഭരണം നേടി കേരളം 10 കൊല്ലം തുടർച്ചയായി ഭരിക്കാമെന്ന തന്ത്രത്തിലാണ് കോൺഗ്രസ് നേതൃത്വം എത്തി നിൽക്കുന്നത്. ഇതാണ് ഹൈക്കമാൻഡിൽ സജീവമായ ചർച്ചയായി സമവായ ഫോർമുലയെന്നാണ് ദേശീയ തലത്തിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ. കഴിഞ്ഞ ദിവസം ഹൈക്കമാൻഡുമായി നടത്തിയ ചർച്ചയിൽ MLA-മാരുടെ പിന്തുണ അടിസ്ഥാനമാക്കി കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയാകട്ടെ എന്നതായിരുന്നു AICC നിരീക്ഷകരായ അജയ് മാക്കൻ, മുകുൾ വാസ്നിക്, കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി എന്നിവർ മുന്നോട്ട് വെച്ച നിർദ്ദേശം. ഇതോടെ വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും ഇടയുകയായിരുന്നു. എന്നാൽ MP-മാർ മത്സരിക്കേണ്ട സാഹചര്യം ഒഴിവാക്കണം, ഉപതെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ എത്തിക്കേണ്ട എന്ന നിലപാടിൽ മല്ലികാർജുൻ ഖർഗെ ഉറച്ചുനിന്നതോടെ കെ.സി. വേണുഗോപാലും നിലപാട് മയപ്പെടുത്തി. UDF ഘടകകക്ഷികളുടെ എതിർപ്പും ഹൈക്കമാൻഡ് ഗൗരവമായി പരിഗണിക്കുകയും ചെയ്തു. ഒടുവിലാണ് ഗത്യന്തമില്ലാതെ സോണിയാഗാന്ധിയോട് തീരുമാനം പ്രഖ്യാപിക്കാൻ രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചത്. കെ.സി. വി.ഡി. ചർച്ചകൾക്കിടയിൽ മധ്യസ്ഥ മുഖ്യമന്ത്രി എന്നതിനപ്പുറം രമേശ് ചെന്നിത്തലയുടെ രാഷ്ട്രീയ പരിചയവും സീനിയോറിറ്റിയും വലിയ ഘടകമായാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്. സോണിയാഗാന്ധിയുമായുള്ള ദീർഘകാല ദേശീയ ബന്ധം, വർഷങ്ങളായുള്ള നിയമസഭാ പരിചയം, ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ ആഭ്യന്തരമന്ത്രി സ്ഥാനം, KPCC അധ്യക്ഷ പദവി ഉൾപ്പെടെയുള്ള സംഘടനാ പരിചയം എന്നിവ ചെന്നിത്തലയെ മുന്നിൽ നിർത്തുന്ന പ്രധാന കാരണങ്ങളാണ്. അതേസമയം UDF-ന്റെ വിജയത്തിന് നിർണായക പങ്കുവഹിച്ചത് വി.ഡി. സതീശനാണെന്ന വിലയിരുത്തലും ശക്തമാണ്. ജനങ്ങളുടെ മനസ്സും കേരള രാഷ്ട്രീയത്തിന്റെ പൾസും കൃത്യമായി വായിച്ചെടുത്ത വി.ഡി. സതീശന്റെ നിലപാടുകളും രാഷ്ട്രീയ ശൈലിയും UDF-നെ വലിയ മുന്നേറ്റത്തിലേക്ക് നയിച്ചു എന്നാണ് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തൽ വന്നത്. വരുംകാല തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയുടെ മുഖമായി വി.ഡി. സതീശനെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യവും ഹൈക്കമാൻഡിനുണ്ട്. കർണാടകയിൽ സിദ്ധരാമയ്യയെ കോൺഗ്രസ് നേതൃത്വം ഉപയോഗപ്പെടുത്തിയ രീതിയിൽ തന്നെ കേരളത്തിൽ വി.ഡി. സതീശനെയും ദീർഘകാല രാഷ്ട്രീയ ആസ്തിയായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ദേശീയ നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. അതേസമയം കർണാടകയിൽ DK ശിവകുമാർ കരുത്തനായി കോൺഗ്രസ് തീരുമാനങ്ങൾ അംഗീകരിച്ച് പാർട്ടിയെ നയിക്കുന്നത് പോലെ സഹിഷ്ണുത കേരളത്തിലെ നേതാക്കൾ കാണിക്കുമോ എന്നും അറിയാനുണ്ട്.